ഈ ആശയക്കുഴപ്പമാണോ സജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആത്മവിശ്വാസം? കഴിഞ്ഞ ദിവസം ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും അത് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ മുൻപിലേക്ക് ജനസമക്ഷം മുന്നോട്ട് വെക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ രാജിവെക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ പെട്ടെന്ന് അത്തരത്തിൽ പുറത്താക്കാൻ അല്ലെങ്കിൽ MLA സ്ഥാനത്തിന്റെ രാജി ആവശ്യപ്പെടാൻ പാർട്ടിക്ക് സാധിക്കില്ല, പാർട്ടി ആ വിഷയത്തിൽ കുഴങ്ങിപ്പോകും എന്നുള്ള ആ ഒരു സാഹചര്യമാണോ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലാക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ യഥാർത്ഥത്തിൽ വിശദീകരിച്ചു പെട്ടുപോയി എന്നുകൂടി നമുക്ക് പറയാം. കാരണം താൻ ക്ലീനാണ്, തനിക്ക് ചില വാദങ്ങളുണ്ട് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ രാഹുൽ ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം തന്നെ അതിനുള്ള ശ്രമം നടത്തിയെങ്കിലും നേതൃത്വം ഇടപെട്ട് അത് വേണ്ടെന്ന് വെപ്പിച്ചതാണ്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളെ പെട്ടെന്ന് വിളിച്ചപ്പോൾ എല്ലാവരും രാജിപ്രഖ്യാപനമാണ് പ്രതീക്ഷിച്ചത്. തൻ്റെ നിലപാടുകളൊക്കെ പറഞ്ഞ അവസാനം നാടകീയമായ രാജിപ്രഖ്യാപനം, പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ്. ചുരുക്കത്തിൽ തൻ്റെ ഭാഗം വാദിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ തീരുമാനം നീണ്ടുപോകുന്നു എന്ന സാഹചര്യം തന്നെയാവാം ഒരു പക്ഷേ രാഹുലിനെ അതിന് പ്രേരിപ്പിച്ചതിന് ഘടകവും. പക്ഷേ രാഹുൽ യഥാർത്ഥത്തിൽ വിശദീകരിച്ച് ഇന്നലെ പെട്ടുപോയി എന്നതാണ് സാഹചര്യം. കാരണം ബോധപൂർവമായി തനിക്ക് എതിരെ ഗൂഢാലോചന നടന്നതാണ് ഈ അവന്തികയുടെ ഫോൺ സംഭാഷണം എന്ന് വാദിക്കാൻ രാഹുൽ ശ്രമിച്ചെങ്കിൽ കൂടിയും അത് ആകപ്പാട് തന്നെ പൊളിഞ്ഞു പോകുന്നു. ഒന്ന്, തൊട്ടു പിന്നാലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഡാൻ കുര്യൻ്റെ ആ പഴയ ഫോൺ സംഭാഷണവും ഒപ്പം പിന്നീട് തത്സമയം അവന്തികയടക്കം ടെലിഫോണിൽ വന്ന് നടത്തിയ പ്രതികരണങ്ങളുമൊക്കെ പൂർണ്ണമായും ഈ നിലപാടുകൾ തള്ളിക്കളയുന്നതാവുന്നു. ഒപ്പം നമുക്കൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളും പിന്നീട് അവന്തികയുടെ പ്രതികരണം തേടിയിരുന്നു. അവന്തിക അപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, രാഹുൽ കാണിക്കുന്നത് തട്ടിപ്പാണ്, ഇത് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോൺ സംഭാഷണമാണ്, ഞാനും അതിനുശേഷമാണ് ഞാൻ ന്യൂസ് 8-നുമായി ഇക്കാര്യം സംസാരിച്ചതെന്ന കാര്യം അവന്തിക അപ്പോൾ തന്നെ മറ്റു ചാനലുകളോടും പ്രതികരിച്ചു കഴിഞ്ഞു. അതോടുകൂടി രാഹുലിൻ്റെ ആ പ്രതിരോധം പാടെ പൊളിഞ്ഞുപോയി. അങ്ങനെ രാഹുൽ തൊട്ടതെല്ലാം പിഴച്ചു എന്നതാണ് അവസ്ഥയിലേക്ക് വന്നത്. രാഹുലിന്റെ ഈ നീക്കത്തിനും കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാരണം. ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ നീക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു മാധ്യമ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ, പ്രത്യേകിച്ച് ന്യൂസ് 8-ൻ്റെ ഒരു ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞുപോയി. കാരണം അവന്തികയും മറ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുമൊക്കെ അവർ നേരിട്ട് വന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചതോടുകൂടി പൂർണ്ണമായും അത് പൊളിഞ്ഞുപോയി എന്നതാണ് വസ്തുത. ഇതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന് വിശദീകരിച്ച് പിടിച്ചു നിൽക്കാൻ ഇനി വഴിയില്ല എന്നതാണ്. നാണം കെട്ട് തുടരേണ്ടി വരുന്ന അവസ്ഥ, അതല്ലെങ്കിൽ നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥ എന്നതിലേക്ക് തന്നെ ഇത് പോവുകയാണ്. അതെ, സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ ക്യാമ്പ് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ഇടത്തിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും സജീവമാണ്. ഇപ്പോൾ ഈ ന്യൂസ് 18-നെതിരെയുള്ള വ്യാപകമായിട്ടുള്ള അധിക്ഷേപം ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ അത് കൃത്യമായ വാർത്തയുടെ പിൻബലത്തിൽ തന്നെ പ്രതിരോധിച്ചു, തിരിച്ചടിച്ചു. അതിനുശേഷം അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാതെ മിണ്ടാതെ മൗനമായി തുടരേണ്ട സാഹചര്യത്തിലേക്ക് രാഹുലിനെ അനുകൂലിക്കുന്ന ചേരിക്ക് എത്തേണ്ടി വന്നു. പക്ഷെ അതിനപ്പുറം രാഹുലിനെ എതിരെ സംസാരിച്ച അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ വനിതാ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന സാഹചര്യം അത് നേതൃത്വം ഏത് തരത്തിൽ വിലയിരുത്തും? എതിർചേരിയിലുള്ള വിഭാഗത്തിലെ ആളുകൾക്ക് നേരെയല്ല ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് അപർണ. അതിൽ കോൺഗ്രസിന് തീർച്ചയായും നിലപാടെടുത്തേ പറ്റുള്ളൂ. ഇതിൽ പരാമർശിക്കേണ്ട ഒരു പേര് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ പേരാണ്. ഉമാ തോമസ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ രാജിവെക്കണം എന്ന നിലപാട് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ വന്ന് ഉമാ തോമസിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് സൈബർ ഇടങ്ങളിൽ നടത്തുന്നത്. ഉമാ തോമസ് പാർട്ടിയിൽ ഭാഗ്യം കൊണ്ട് MLA ആയ വ്യക്തിയാണ്. PT തോമസിൻ്റെ ഭാര്യ എന്ന ഒറ്റ കാരണത്താൽ MLA ആയ വ്യക്തിയാണ്. അതിനപ്പുറം നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? അതേസമയം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ പടിപടിയായി വളർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പ്രതികരിച്ച് ബോധത്തോടെ സംസാരിക്കണം എന്നതടക്കമുള്ള വാദമാണ്. അവരെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം, ഉമാ തോമസിനെ മാറ്റണം, ഇനി സീറ്റ് നൽകല് എന്നുപോലും കോൺഗ്രസ് അണികൾ സൈബർ എടുത്ത് ഇതിന് പ്രതികരണമായി നടത്തുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് കോൺഗ്രസിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അവരത് പരസ്യമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ മറ്റാരും ന്യായീകരണവുമായി രംഗത്ത് വരുന്നില്ല എന്നതാണ് സാഹചര്യം. രാഹുലിനെ ന്യായീകരിക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ ഒരു MLA പുറത്താക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, വിശദീകരണങ്ങൾ വേണ്ട എന്നത് കൊണ്ടുകൂടിയാവാം കോൺഗ്രസ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ KC ജോസഫ് ഇന്നലെ
കെ.സി. വേണുഗോപാൽ ആവട്ടെ, സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ആവട്ടെ, ഇവരൊക്കെ പ്രതികരിച്ചപ്പോഴും തീരുമാനം വൈകില്ല, പെട്ടെന്നുണ്ടാകുമെന്ന നിലപാടാണ്. അതേസമയം VD സതീശൻ ഇക്കാര്യത്തിൽ ഇന്നലെ പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഈ തീരുമാനം കോൺഗ്രസിന് കൈക്കൊണ്ടേ പറ്റൂ. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 3 തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഒരു പക്ഷേ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മറിച്ച് സാങ്കേതികമായി MLA ആയി നിലനിർത്താനുള്ള തീരുമാനം ഒരു പക്ഷേ, അതല്ലെങ്കിൽ രണ്ടാമത്തെ തീരുമാനം പൂർണ്ണമായി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും ഒപ്പം രാജി ആവശ്യം പരസ്യമായി ഉന്നയിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം, ഇതുമല്ലെങ്കിൽ ഒരു പക്ഷേ അല്പം കൂടി നീണ്ടു നിൽക്കുന്ന ഒരു തീരുമാനം ചില കൂടിയാലോചനകളുമായി ഇതൊരു പക്ഷേ നീണ്ടുപോകാനുള്ള സാധ്യത. ഈ 3 തീരുമാനങ്ങളുമാണ് എന്തായാലും കോൺഗ്രസിന് പ്രതിസന്ധിയാണ്, അതിരൂക്ഷമാണ് ഈ പ്രതിസന്ധി എന്നതാണ്. തീർച്ചയായും സജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഇന്നലെ എന്തായാലും നടത്തിയ വാർത്താ സമ്മേളനം അത് ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്തയ്ക്ക് എതിരെ താൻ നിരപരാധിയാണ്, നമ്മൾ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. അത് ന്യൂസ് 18 തന്നെ പൊളിച്ചു കയ്യിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പരാതിക്കാരിയായിട്ടുള്ള അവന്തിക തന്നെ നേരിട്ട് വന്നത് സാക്ഷ്യപ്പെടുത്തിയതുമാണ്. പക്ഷേ ഇനിയും സ്വയം പ്രതിരോധിക്കാനും സ്വയം ന്യായീകരിക്കാനുമുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നും ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? രാഹുൽ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്ന് കരുതിയിരുന്നു ആര്യ, പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം രാവിലെ ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം കൊട്ടാരക്കരയിൽ പോയി വീണ്ടും തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഈ സമയത്തൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. മാധ്യമങ്ങളെ രാഹുൽ കളിപ്പിച്ചു എന്ന തരത്തിൽ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ചർച്ചയുണ്ട്, കോൺഗ്രസ് കേന്ദ്രങ്ങൾ വലിയ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും രാഹുലിൻ്റെ നീക്കം സ്വാഭാവികമാണ്, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഫോളോ ചെയ്യും. അതുതന്നെയാണ് സംഭവിച്ചത്. ഇന്നൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട ജില്ലയിലുണ്ട് എന്ന പ്രത്യേകത കൂടി നമുക്ക് പരാമർശിക്കാം. അദ്ദേഹം ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിൽ വരുന്നതാണ്. പക്ഷേ അത് സ്വാഭാവികമായും ആ ഒരു നീക്കം ശ്രദ്ധേയമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമോ എന്നത് ഇന്നത്തെ ഒരു പകൽ ദിനത്തെ നിർണായകമാക്കുന്നതാണ്. ഞാൻ അല്പസമയം മുമ്പ് അത് പറയാൻ വിട്ടുപോയതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറിയേക്കാം. ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്തനംതിട്ടയിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അടൂരെ വീട്ടിൽ തങ്ങുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുമോ, എന്തെങ്കിലും ആശയവിനിമയം നേരിട്ട് നടത്താൻ ശ്രമിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടൂരെ വീട്ടിൽ തന്നെ തുടരുകയാണ്. വലിയ സുരക്ഷയുണ്ട് പോലീസിന്. മാധ്യമങ്ങൾ പതിവ് പോലെ ഇന്നും നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യും. എന്താണ് രാഹുലിൻ്റെ നീക്കമെന്നത് നമുക്കും നിരീക്ഷിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും അത് ഉണ്ടായിട്ടില്ല എന്നതാണ് സാധ്യത. ഒപ്പം നമ്മൾ സ്പീക്കറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു, നിയമസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാജി അത്തരം നീക്കങ്ങളോ ഉണ്ടാവുന്നുണ്ടോ പരിശോധനയിൽ അത്തരം അറിയിപ്പുകളൊന്നും സ്പീക്കറുടെ ഓഫീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല. തീർച്ചയായും TG സജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഏറെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം എന്ന് പറയുന്നത് ഒന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് കടക്കുമോ പുറത്താക്കുമോ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി നടപടി സ്വീകരിക്കുമോ, അത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നത് ഇന്ന് കണ്ടറിയണം. അതോടൊപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമോ? രാഹുലിന്റെ നീക്കങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയാം. എന്തായാലും നിർണായകമായ ഒരു ദിനം തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരസ്യ വിമർശനത്തിന്റെ പേരിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ഉമാ തോമസിനും ഷാനിമോൾ ഉസ്മാനും താര ടോജോ അലക്സിനും KK രമയ്ക്കും ഒക്കെ എതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ പടയുടെ കടന്നാക്രമണം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പരിഹാസ പോസ്റ്റുകളുമുണ്ട്. അതിനിടെ യൂത്ത് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ലെഫ്റ്റ് അടിച്ചു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.